വേദപുസ്തകം വായിച്ച് കൈകൾ പിടിപ്പിച്ചു കഴിഞ്ഞാൽ ഇനി രണ്ടാകാൻ ഒക്കത്തില്ല എന്നും പറഞ്ഞ് ഇടയ്ക്കിടയ്ക്ക് വഴക്കുണ്ടാക്കിക്കോണം. ചെറിയ ചെറിയ വഴക്കുകളൊക്കെ ഉണ്ടാക്കിക്കോണം. ഇവൻ പറയുന്ന എല്ലാം അതുപോലെ അനുസരിക്കരുത്, അവൾ പറയുന്ന എല്ലാം അതുപോലെ അനുസരിക്കും. ഇടയ്ക്ക് ഇച്ചിരി വഴക്കുണ്ടാക്കണം. പക്ഷെ വഴക്കുണ്ടാക്കിയ ചെന എടുക്കണമെന്നറിയാമോ? വൈകിട്ട് കിടക്കുന്നതിന് മുമ്പ് പരസ്പരം പറഞ്ഞ് തീർത്ത് പ്രാർത്ഥിക്കാൻ അറിയാമോ? പ്രാർത്ഥിച്ചിട്ട് കിടക്കാവും. നിനക്ക് പ്രാർത്ഥിക്കാൻ അറിയാം? ഇപ്പം പ്രാർത്ഥിക്കുന്നവനാ, എനിക്കറിയാം. അപ്പം പ്രാർത്ഥിച്ച് വേണം കിടക്കാൻ. രാവിലെ എഴുന്നേൽക്കുമ്പോൾ രണ്ടുപേരും ജോലിക്കെന്ന് പറഞ്ഞാൽ പോകരുത്. രണ്ടുപേരും ഒത്തൊരുമിച്ചിരുന്ന് കട്ടിലേലിരുന്ന് പ്രാർത്ഥിച്ചിട്ട് എഴുന്നേക്കാം. പരസ്പരം സ്നേഹിക്കണം. ഇവനെ നല്ലതായിട്ട് പ്രേമിക്കണം. അതറിയാം, നന്നായിട്ട് പ്രേമിക്കണം എന്ന് പറഞ്ഞാൽ സ്നേഹത്തോടും പ്രേമത്തോടും കൂടെ വർത്തിക്കണമെന്ന് എഴുതിയിരിക്കുന്നത് ഈ പുസ്തകത്തിനകത്ത്. സ്നേഹം മാത്രം പോരാ, പ്രേമം കൂടെ വേണം. സ്നേഹത്തിൽ നിന്ന് ഇച്ചിലൂടെ കൂടിയതായി പ്രേമം. പ്രേമം വന്നാൽ പിന്നെ കണ്ണ് കാണത്തില്ല. അതുകൊണ്ട് പ്രേമിക്കണമെന്ന് പറഞ്ഞാൽ ഇനി ഇവനെ മാത്രമേ പ്രേമിക്കാവൂ, വേറെ ഒരാളും പ്രേമിക്കരുത്. ലോകത്തിൽ ഒരാളും നിന്റെ കണ്ണിന് മുൻപിൽ ഇനി വലുതല്ല. ഇനി ലോകത്തിൽ ഒരു പെണ്ണും നിന്റെ കണ്ണിന് മുമ്പിൽ വലുതല്ല. കെസിയ ഏറ്റവും വലുത്. വഴിയെ നമ്മൾ പോകുമ്പോൾ സൗന്ദര്യമുള്ള വേറെ ആളുകളൊക്കെ കാണുമായിരിക്കും. ഇനി നിന്റെ കണ്ണിൽ ഇതിൽ കൂടുതലൊരു സൗന്ദര്യം അറിയും. ഞാൻ പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ? മലയാളത്തിലാണ് ഞാൻ പറയുന്നത്, ഇംഗ്ലീഷിൽ പറയണോ? വേണ്ട. അപ്പം മനസ്സിലാവുന്നു. പരസ്പരം അങ്ങനെ സ്നേഹിക്കണം.